വേൾഡ് ടുഡേ മീഡിയയിലൂടെ വീണ്ടും ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ഇപ്രാവശ്യം വിശ്വാസത്തെ സ്പർശിക്കുന്ന ചില കാര്യങ്ങൾ ബ്രദർ കൂടെയുണ്ട്. സന്തോഷമായിട്ട് ആ കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കാൻ, ധ്യാനിക്കാൻ ആഗ്രഹിക്കുക. അത് കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്കിതൊക്കെ വിവേചിക്കാനോ ചിന്തിക്കാനോ അതിനകത്ത് ഇത് ചെയ്യാനോ ഒന്നും ദൈവത്തിൻ്റെ ശക്തിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവാണല്ലോ വിവരിക്കുന്നത്. കർത്താവിൽ നമുക്ക് ശരണപ്പെടാം. എന്തോ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. പക്ഷേ ഇന്ന് വളരെ നമുക്ക് പ്രയോജനം വരുന്നൊരു ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മളെല്ലാം പറയുന്നതും അറിയപ്പെടുന്ന എല്ലാം വിശ്വാസികൾ എന്നാണ്. അപ്പം അത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണെന്നൊക്കെ നമുക്കറിയാം, ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു. പക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യേശു ക്രിസ്തു പല വിശ്വാസങ്ങളെ പറ്റി പറഞ്ഞു. വിശ്വാസങ്ങളെന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള വിശ്വാസം. അല്പവിശ്വാസം എന്ന് പറയുന്ന അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ചിലയിടത്ത് വലിയ വിശ്വാസം, ഇസ്രയേലിൽ കൂടി ഇത്ര വലിയൊരു വിശ്വാസം കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം ആ വിവിധ തലങ്ങളെക്കുറിച്ച് ഉള്ളവർ അത് അനേകർക്ക് മനസ്സിലാക്കാൻ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനും നമ്മളെങ്ങനെ വിശ്വസിക്കണം, ഏത് രീതിയിലാകണം എന്നൊക്കെ പ്രയോജനം ചെയ്യും. അപ്പം അത് നമുക്കൊന്ന് ചില സന്ദർഭങ്ങളും പ്രാക്ടിക്കലായിട്ട് അതിനെ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതും ഒക്കെ ഒന്ന് ചർച്ച. നമ്മുടെ വിശ്വാസ തലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ ലോക മനുഷ്യർ, അതായത് ഈ ലോകത്ത് ജീവിക്കുന്ന അവർക്കൊരു വിശ്വാസമുണ്ട്. അതിന് കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷേ നമുക്ക് വേദപുസ്തകത്തിലൂടെയുള്ളൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം ഇടുന്നൊരു വിശ്വാസമുണ്ട്. അത് റോമർ 12 അവരവർക്ക് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട പോലെ. അപ്പം ദൈവത്തിൻ്റെ വേണം നമുക്ക് പറയാം, നമ്മുടെ ഈ സിം കാർഡ് മൊബൈൽ ഇടുന്ന പോലെ ദൈവത്തിൻ്റെ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട്. ആ നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്ന വിശ്വാസത്തെ നമ്മൾ വ്യാപാരം ചെയ്യുമ്പോഴാണ് അത് വളരുന്നത്. പക്ഷെ ഇത് വർക്ക് ചെയ്യുന്നത് വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ വചനത്താലുമാണ്. അപ്പോൾ വചനത്തിലൂടെയുള്ളൊരു വിശ്വാസമാണ് നമ്മളിൽ വർദ്ധിക്കുന്നത്. പിന്നെ ചോദിച്ചില്ലയോ അല്പവിശ്വാസം? അതെ, അത് നമുക്കത് ഓരോ സന്ദർഭങ്ങളുടെ ആയിട്ട് പറയാം. അപ്പൊ നമുക്ക് ആദ്യം അല്പവിശ്വാസത്തിന്റെ സൈഡ് പറയണോ അതോ വലിയ അല്പവിശ്വാസത്തിന്റെ ചിന്തിക്കാം. അപ്പൊ യേശു പല പ്രാവശ്യമായിട്ട് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, അല്പവിശ്വാസികള്, യു ഹു ലിറ്റിൽ ഫെയ്ത്ത്. അപ്പൊ ഈ ലിറ്റിൽ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ കർത്താവ് പലരും പറയുന്നു അല്പവിശ്വാസികളെ എന്ന് കർത്താവ് പറഞ്ഞു. അവരെ ഇൻസൾട്ട് ചെയ്യുകയല്ല, അതിന്റെ ശരിക്കും അർത്ഥം അവരുടെ കയ്യിൽ അസീഡുണ്ട്. അല്പവിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു വിശ്വാസം അവരുടെ ഉള്ളിലുണ്ട്. അവരെന്തുകൊണ്ട് വർക്കൗട്ട് ചെയ്തില്ല, ആ സാഹചര്യങ്ങൾ അവർ ഉപയോഗിച്ചില്ലെന്നാണ് കർത്താവ് പറയുന്നത്. അതിന് ഉദാഹരണം, അന്ന് കർത്താവ് ഇങ്ങനെ ബോട്ടിൽ ഒരു പോകുമ്പോഴേ കർത്താവ് അമരത്ത് തല വെച്ച് കിടന്ന് ഉറങ്ങുവാണല്ലോ. ഉറങ്ങുന്ന സമയത്താണ് വലിയ സ്റ്റോം അല്ലേ, കാറ്റും കൊടുങ്കാറ്റും എല്ലാം വരുമ്പോൾ ഇവർ കർത്താവിനെ ഉണർത്തിയിട്ട് ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അപ്പൊ കർത്താവ് എഴുന്നേറ്റ് ചോദിക്കുന്നു, വേർ ഈസ് യുവർ ഫെയ്ത്ത്? എന്നിട്ട് ചോദിക്കുന്നു അല്പവിശ്വാസികളെ. വേറൊരിടത്തും പറയുന്നുണ്ട്, ആ എപ്പിലിപ്സി ബാധിച്ച മകന്റെ വരുന്ന സമയത്തും. അപ്പൊ ഇവിടെ ദൈവം അല്പവിശ്വാസികളെ എന്ന് പറഞ്ഞതിനൊരു കാരണം, ഇവർക്ക് അവരെ ഇൻസൾട്ട് ചെയ്യുകയല്ല, അവരിൽ അത് എന്തുകൊണ്ട് അവരെന്തുവായിരുന്നു ചെയ്യേണ്ടത്? പറയാമോ, എന്തായിരുന്നു അവർ ചെയ്യേണ്ടത്? എന്തായിരുന്നു അവര് ചെയ്യേണ്ടത്? യേശുവിനെ ഉണർത്തുന്നതിന് പകരം കർത്താവിന്റെ കൂട്ട് നടന്ന കർത്താവ് അവിടെ നിൽക്കുമ്പോൾ നാമം പോലും ഉപയോഗിക്കേണ്ട, കാരണം നാമമായിട്ട് കർത്താവ് കൂടെ ഉണ്ട്. അവർക്ക് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, യേശുവിൻ്റെ നാമത്തിൽ, അല്ലെങ്കിൽ കാറ്റേ കടലെ അടങ്ങാന്ന് അത് ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. അതേസമയം ഞാൻ അവിടെ കിടക്കുന്നതെങ്കിൽ, ഇപ്പം എൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരത് ചെയ്തില്ലെങ്കിൽ എനിക്കതിനകത്ത് പ്രശ്നമൊന്നുമില്ല, ഞാൻ എഴുന്നേൽക്കുന്നു, ശാസിക്കുന്നു. അപ്പം കർത്താവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവരത് ചെയ്യണമെന്നായിരുന്നു. അവന്റെ എക്സ്പെക്ടേഷൻ അങ്ങനെ ഇത്രയും നാളും കൂടെ നടന്നവർ അങ്ങനെ. അപ്പൊ അതാണ് ചെറിയ വിശ്വാസം, അല്പവിശ്വാസികൾ. അപ്പൊ അത് നമ്മൾ അതിനോട് കണക്ട് ചെയ്താണ്. അത്തിയെ നോക്കുമ്പോഴുണ്ടല്ലോ, അവിടെ പറയുന്നില്ലേ, നോക്കിയേ, പിറ്റേ ദിവസം പത്രോസ് നോക്കുമ്പോൾ അത്തി ഉണങ്ങിയിരിക്കും. ഗുരു, നീ ശപിച്ച അത്തി ഉണങ്ങിയിരിക്കുന്നു. അപ്പൊ നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയെന്ന് പറയുമ്പോൾ കർത്താവ് എന്താ പറയുന്നത്? ഞാൻ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും, അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? ഞാൻ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും. എന്നിട്ടാ പറയുന്നത്, ആ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഒരുവൻ ഹൃദയത്തിൽ സംശയിക്കാതെ, അല്ലേ,
താൻ പറയുന്ന സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കടുകുമണിയോളം. ഈ കടുകുമണിയുടെ വിശ്വാസത്തെ കുറിച്ച് എന്താ പറയുന്നത്? കടുകുമണിയുടെ വിശ്വാസം, കടുകുമണിയുടെ വിശ്വാസം അത് വലിയ വിശ്വാസം വർദ്ധിക്കുക എന്നുള്ള അല്ല, അത് ചെറുതല്ല. കടുകുമണിയുടെ ഉപമ പറയുമ്പോൾ അത് വളർന്നു പന്തലിച്ചു, അല്ലേ? ആ വളർന്നു പന്തലിച്ച് അതിന്റെ ചില്ലകളിൽ പക്ഷികൾ വന്നിരിക്കത്തക്ക. അപ്പൊ കടുകുമണിയോളം വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, പലരും പറയുന്ന കടുകുമണിയോളം എന്ന് വെച്ചാൽ അതല്ല. ആ കടുകുമണി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സീഡ് തന്നെ. ആ കടുകുമണി, നമുക്കൊരു കടുക് നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് എന്തായിരിക്കും? അത് വലിയ വിശ്വാസം തന്നെ. പക്ഷെ ആ കർത്താവ് പറയുന്നത് അത് വളരുന്ന വിശ്വാസം. കടുകുമണിയോളം വിശ്വാസം എന്ന് പറയുമ്പോൾ പലരും പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്, അല്ലേ? കടുക് ഒന്നുമില്ല, ചെറുത് മതി. അങ്ങനെ ചെറുതെന്നല്ല, വളരുന്ന വിശ്വാസം. കടുകുമണിയോളം നിങ്ങൾ ഇന്ന് നിൽക്കുന്ന ലെവലിലല്ല. നാളെ നിങ്ങൾ അല്പം കൂടെ, നാളെ നിങ്ങൾ അല്പം കൂടെ. അതല്ലേ പത്രോസിന്റെ ജീവിതത്തിൽ ശ്രദ്ധിച്ചായിരുന്നു? യേശുവിന്റെ മരണപുനരുദ്ധാനത്തിന് ശേഷം യോഹന്നാന്റെ, നമ്മുടെ അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ വരുമ്പോഴേ അവിടെ നാഥ ഞങ്ങളെ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ പിതാവേ, അല്ലെങ്കിൽ വേറൊരാളെ അഭയം ചൊല്ലുന്നില്ല. അവർ തന്നെ പറയുന്നു, വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ല, നസറായ യേശുവിന്റെ നാമത്തിൽ നടക്കാം. അപ്പം ആ ലെവലിലേക്ക് അവരെന്തോയി? ആ ഫെയ്ത്തിൽ അവര് മെച്ചൂറായി. അപ്പം രണ്ടാമത് നമ്മൾ പറഞ്ഞ ഏതായിരുന്നു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഫെയ്ത്ത്, അതായത് വലിയ വിശ്വാസം. നമ്മൾ ഈ അല്പവിശ്വാസം തന്നെ പറയുമ്പോഴേ, ഇപ്പം യേശു പാസ്റ്റർ പറഞ്ഞായിരുന്നല്ലോ, അല്പവിശ്വാസത്തെ പറ്റി പറയുമ്പോൾ അത് ഇൻസൾട്ട് അല്ല എന്ന് പറയുന്നത്. അപ്പം യേശു ഈ ഉപമകൾ ആദ്യം ഗിരിപ്രഭാഷണത്തിൽ പറയുമ്പോൾ ഇങ്ങനൊരു പോർഷനെ വന്ന് പറയത്തില്ല, അല്പവിശ്വാസികളെ നിങ്ങൾക്ക് അത്രയും കരുതുന്ന ശലോമോന്റെ ആ ഒരു പോർഷൻ. അതായത് ഗിരിപ്രഭാഷണം പറയുന്നില്ല, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിനെ പുല്ലിനെ നിങ്ങൾ ചമയ്ക്കുക. അല്പവിശ്വാസികളെ നിങ്ങളെ അതാ അവിടെ ഇൻസൾട്ട് ചെയ്യുമല്ലോ. അത് അല്പവിശ്വാസികളെ, അല്പം ഉള്ളവരെ, അതായത് വയലിലെ താമരെ അത് നൂൽക്കുന്നില്ല, അധ്വാനിക്കുന്നില്ല, കാക്കയ്ക്ക് നമ്മളോട് വിശ്വസിക്കാനൊക്കത്തില്ല, അതിനെ കരുതുന്നു. അല്പവിശ്വാസികളെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാ, നിങ്ങൾ വേർതിരിക്കപ്പെട്ട, നിങ്ങളിലുണ്ട്. നിങ്ങൾ എന്നിൽ വന്നപ്പോഴേ, എന്നെ അക്സെപ്റ്റ് ചെയ്തപ്പോഴേ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഉണ്ട്? എൻ്റെ സീഡുണ്ട്. അവിടെയും സപ്പോർട്ട് ചെയ്താ പറയുന്നത്. നമ്മൾ അതിൽ നിന്ന് എപ്പോഴും മനസ്സിലാവും, അല്പവിശ്വാസികളെ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൻസൾട്ടായിട്ടല്ല, അതൊരു കരുതലും ഒരു ചേർത്ത് പിടിക്കലും ഉണ്ട്. അത് നമ്മൾ അവിടെ നിൽക്കരുത്. അതാണ് കടുകുമണിയുടെ വിശ്വാസം. അതാണ് വളരുന്ന വിശ്വാസം. നമ്മൾ പലരും കണ്ടിട്ടില്ലേ? ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഒരു ജിംനേഷ്യത്തിൽ ഒരു ബോഡി ബിൽഡ് ചെയ്യുന്ന സ്ഥലത്ത് ചെന്നാൽ അവർ ആദ്യത്തെ തലത്തിലാണ് നിൽക്കുന്നത്. ഒരു ഗ്രൗണ്ട് എക്സർസൈസ് തുടങ്ങി, അല്ലേ? വീണ്ടും 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 വരുമ്പോൾ അവിടെ അവരുടെ മസിൽസ് ഡെവലപ്പ് ചെയ്യും. നമുക്ക് അവരെ ആ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ അറിയാം അവരെന്തോ എന്ന് പറയുന്നൊരു ഫെയ്ത്ത് വളരണം. നമ്മുടെ വിശ്വാസത്തിന്റെ സീഡാണ് നമ്മൾ എടുക്കുന്നത്. അഭിഷേകം നമ്മൾ വളർത്തി അഭിഷേകം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ദൈവസന്നിധിയിലെ ക്രിസ്തുവിന്റെ തലയോളം വളരുക എന്നല്ലേ. അപ്പൊ കർത്താവ് ഒറ്റയടിക്ക്, ഞാൻ ചോദിച്ചോട്ടെ, ഒരിക്കലേ ഒരു ദേവദാസൻ ഇങ്ങനെ ചോദിക്കുന്ന കണ്ടു. ഈ കർത്താവ് ഒറ്റയടിക്ക് പറയുന്നില്ലേ, ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ പെട്ടെന്ന് ഭൂതം വിട്ടുമാറിപ്പോകുന്നു, രോഗികൾ പെട്ടെന്ന്. പക്ഷെ നമ്മൾ യേശുവിന്റെ നാമത്തിലേക്ക് ആ ഒരു ലെവലിലേക്ക് വരണമെങ്കിൽ നമ്മുടെ വിശ്വാസവും ദൈവമായിട്ടുള്ള ബന്ധം, ആ വചനത്തിന്റെ ആഴത്തിലുള്ള അറിവ്, കൂട്ടായ്മ, ഇതിലേക്ക് നമ്മൾ വർക്ക് ചെയ്ത് ഞങ്ങൾ ആദ്യ സമയങ്ങളിൽ ഈ ഭൂതങ്ങളെ പുറത്താക്കുന്ന അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ശുശ്രൂഷകളിലൂടെ ദേവദാസിൻ്റെ കൂടെ പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, ഇങ്ങനെയൊക്കെ പോകുന്ന ഘട്ടങ്ങളിൽ, ആദ്യ ഘട്ടങ്ങളിൽ ഒത്തിരിയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് അത് സ്മൂത്തായിട്ട് വരുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ വരണം. ഇപ്പം ചിത്രം വരയ്ക്കുന്ന പോലെ, അല്ലേ? ആദ്യം വരച്ച് അവർ ആ പെർഫെക്റ്റിലേക്ക് വരുന്ന പോലെ നമ്മൾ അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ വരുമ്പോൾ ദൈവം നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുക. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പം ചിലർ പറയത്തില്ലേ, ഭൂതങ്ങളോട് ഇങ്ങനെ എന്തോ അവരോടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല, എന്തോ അതിനെ ഉണ്ടെങ്കിൽ ഈശ്വരനാമത്തിൽ പുറത്താക്കാൻ പറയാം. അങ്ങനെയല്ല. കർത്താവ് ആ ലഘ്യോൻ ഇതുണ്ടല്ലോ, ഭൂതഗ്രസ്തനോട് കല്ലറയ്ക്കൽ, അവനോട് നിന്റെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ചില പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ പേര് അങ്ങനെയൊക്കെ ചോദിക്കാം. ഇതിപ്പം പോഷ്ക്ക് പറയുന്നവനാ പിശാച്, അല്ലേ? അവൻ്റെ അപ്പനോ. എന്നാത്താലും പരിശുദ്ധാത്മാവ് വിവേചിച്ച് ഇപ്പം പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഇതിനെ പുറത്താക്കാനും ആ വ്യക്തിക്കുള്ള വിടുതലിനും, ഞാൻ അതിൽ കൂടെ ഒത്തിരി കാര്യങ്ങൾ ശുശ്രൂഷ കടന്നു പോയിട്ടുണ്ടെന്ന് പറയാം. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. ഒറ്റയടിക്ക് പോകാമെന്ന് പറയുന്നതും അതിനെ ഒന്ന് ഹോൾഡ് ചെയ്തുകൊണ്ട് അത് ചില കാര്യങ്ങൾ ചോദിക്കുന്നത്, ഇതെല്ലാം വിശ്വാസത്തിന്റെ പല തലങ്ങളാണ്.